ഇന്ന് ഒരു സന്തോഷമുള്ള കാര്യമുണ്ട്. പന്നിയൂര് കുമ്പടി എന്നുള്ള സ്ഥലത്തു നിന്നാണ് ചേട്ടൻ വരുന്നത്. എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, രാജു തന്നെ ഒരു മുണ്ടെടുത്ത് തരണം, ഞാൻ അതിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കാം, നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ ഏത് വേണമെങ്കിലും എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ അപൂർവമായിട്ടാണ് കേൾക്കുന്നത് ഇങ്ങനെ പറയുന്നത് ഒരാൾ. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ അങ്ങനെ ആണോ ചോദിച്ചു. ആ ശരി. അപ്പോൾ ഞാനൊരു മുണ്ട് എടുത്തിട്ടൊന്ന് ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ചേട്ടാ നിങ്ങളത് വെച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ നേരെ പോയിട്ട് ബില്ലാക്കിയിട്ട് വന്നിട്ട് രാജുവിനുള്ള ഓണപ്പടിയെ പറഞ്ഞ് എൻ്റെ കയ്യിൽ തന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഇതുവരെ. കാരണം ഒരു മുണ്ട് കടക്കാരൻ തന്നെ ഒരു മുണ്ട് ഓണക്കൊടി കിട്ടാൻ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇപ്രാവശ്യത്തിൽ ഓണക്കൊടി നിങ്ങൾ തന്നെയാണ് നമുക്ക് ആദ്യം തന്നെ. ചേട്ടാ എന്തായാലും എനിക്ക് വെറും കേട് വിടാൻ മനസ്സില്ല, ഞാനൊരു ഓണക്കൊടി തരും, വാങ്ങണം. സന്തോഷത്തിനാണ്, നിങ്ങളുടെ മനസ്സിന് വേണ്ടിയിട്ടാണ്. വേറെ ചേട്ടൻ ഒന്നും എടുക്കണില്ല, വേറെ എടുക്കണില്ല, ഒന്നുമില്ല, ജസ്റ്റ് എന്നെ കാണാനും ഈ ഒരു ഓണസമ്മാനം തരാൻ വേണ്ടി വന്നിരിക്കണേ. എൻ്റെ പേര് സുന്ദരൻ. ഞാൻ ആനക്കര പന്നിയൂരിൽ നിന്നാണ് വരുന്നത്. ഒത്തിരി വീഡിയോകൾ രാജുവിൻ്റെ കണ്ടിട്ടുണ്ട്. വളരെ സന്തോഷം. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരാളാണ്. സ്റ്റാഫിനെ ആയാലും നാട്ടുകാരനായാലും പാവപ്പെട്ട ആളുകളായാലും ചേർത്ത് പിടിക്കുന്ന ഒരു ബിസിനസ്മാനാണ്. ഒരു മുതലാളിയുടെ ലുക്കൊന്നും ഞാൻ വരുമ്പോൾ കണ്ടില്ല, വീഡിയോയിലും കാണാറില്ല. അപ്പോൾ ആ ഒരു അമ്മ പുളി കച്ചവടം ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് എൻ്റെ രാജുവിന് ഒരു ഓണക്കോടി കൊടുക്കണമെന്ന്. ഇന്ന് സർപ്രൈസായിട്ടാണ് രാജുവിനോട് ഒരു ഓണക്കോടി മേടിച്ചു തരാൻ പറഞ്ഞത്. അത് മേടിച്ചു തന്നു. അത് രാജുവിനെ ഞാൻ കൊടുത്തു. സന്തോഷം. ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ. ഇവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ കടയ്ക്ക് വന്നതിന് ശേഷം ഇങ്ങനെ ഒരു സംഭവം നടക്കണത്. അത് ചേട്ടാ, ആ ക്രെഡിറ്റ് നിങ്ങൾക്ക് തന്നെ. സന്തോഷം. താങ്ക് യു.